നാദാപുരം പുറത്തുള്ള ആൾ അറിയപ്പെടുന്നത് ഒരു കലാപഭൂമി എന്നാണ്. കലാപഭൂമി അല്ല, കലയുടെ ഭൂമി. എഴുതിയ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്ന രൂപത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു പേടി. ആ കയറ്റലിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പോറ്റിയ സ്വർണം കക്കാൻ കയറ്റിയിട്ടുള്ളതാണ്. നിയമസഭാ ഇലക്ഷനിലേക്ക് ബാധിക്കുമെന്ന് വെച്ചാൽ നമ്മളെ പാർട്ടി വിട്ടില്ല. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഉറപ്പ്. നെഹ്റു എന്താണോ വിഭാവനം ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പാട്ടോട് പ്രണയമുണ്ട്, പക്ഷെ എഴുതിയിട്ടില്ല. എഴുതാനാണ്ട് എന്തെങ്കിലും നമുക്ക് അറിയണ്ടേ. ഞാൻ ആത്മാക്കളോട് സംവദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്നുണ്ട്. നമ്മളെ നാട്ടിൽ നന്നാൽ പൈസ ഉണ്ടാക്കല. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ മനസ്സിലൊരു ഓട്ടോടി, ഇവര് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണോ സമരം ചെയ്യുന്നത്? എല്ലാലോ സ്വയം പര്യാപ്തതയ്ക്ക് ഇന്ത്യക്ക് ദൂരം വേറെ ഇല്ലെന്ന് ചിന്തിക്ക്. ഉയരങ്ങൾ താണ്ടി വളരുന്നതാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. കേരളത്തിൽ അടുത്തിടെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സോങ് ഉണ്ട്, പോറ്റിയെ കേറ്റി എന്നുള്ള ആ ഒരു സോങ്. ആ ഒരു പാട്ടിൻ്റെ പിന്നിലുള്ള, ആ പാട്ട് രചിച്ച, എന്നാൽ അതിനേക്കാൾ മുന്നേ ഒരുപാട് വർഷങ്ങളായി ഈ മേഖലയുണ്ടായിരുന്ന ഒരു ഹിഡൻ ജേമുണ്ട്. GP ചാലപ്പുറം എന്നുള്ള ആ ഒരു കവിയെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഷോയിൽ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ GP ചാലപ്പുറം ഫോർ അനദർ ഷോ. ഒരു കൈ തന്നേക്ക്. ഓക്കെ. നമ്മൾ ഒരിക്കലും പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും അല്ല. നിങ്ങളിങ്ങനെ അബുദാബിയിൽ നിന്ന് വരുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ദുബായിലുള്ള നമ്മളൊരു ഫ്രണ്ട് തെൻവീർക്ക, നിങ്ങളെ ഫ്രണ്ടാണ്. അതല്ല, ഞാനിവിടെ വന്നത് നമ്മൾ തമ്മിൽ മുന്നേ പരിചയമൊന്നും ഒരു പരിചയമില്ല. എനിക്ക് പരിചയമുള്ള തൻവീർ ഭായി ആയിട്ടാണ്. അതും ഞങ്ങൾ ദോഹയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അതിൽ മുന്നേ ഇല്ല. അപ്പോൾ തൻവീർ ഭായിന്ന് രാവിലെ സ്റ്റുഡിയോയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് എന്തോ പറഞ്ഞപ്പം ആ വിഷയത്തിലേക്ക് വന്നപ്പം നിങ്ങളിവിടെ ഉണ്ടെന്നുള്ള നിങ്ങളൊരു പോസ്റ്റ്, ഞാൻ കേപ്പിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തൻവീർ ഭായി വിളിച്ചു. അൽഹംദുലില്ലാ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ അതൊരു പോഡ്കാസ്റ്റിലേക്ക് എത്തി. എല്ലാം ഓരോ നിമിത്തല്ലേ. തീർച്ചയായും. അതിന് ശരിക്കും വയത് പറഞ്ഞത് തൻവീർ ഭായിയാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ നിങ്ങളുടെ മീഡിയ വള്ള ആ ഇന്റർവ്യൂ കണ്ട ആ പാട്ട് വൈറലായപ്പം ഒബ്വിയസ്ലി നമ്മൾ ഇലക്ഷനെ നന്നായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന രൂപത്തിൽ ആ ഒരു ട്രെൻഡിങ് ആയ ഒരാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അൽഹംദുലില്ലാ, നമുക്കത് സാധിച്ചു. നല്ല കാര്യം. അത് വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ. ഞാൻ ദുബായിൽ വന്നിരിക്കുന്നൊരു കാരണം അതും പറഞ്ഞുതരാം. ഞാൻ 46 വർഷമായിട്ട് ഖത്തറിലുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും എൻ്റെ ടൂറ് വരുന്നത് ദുബായിൽ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ ഞാൻ കണ്ട പ്രഗത്ഭനായ ഒരു വ്യക്തിത്വമാണ് ഷെയ്ഖ് സായിദ്. അദ്ദേഹത്തിൻ്റെ മണ്ണിൽ വരിക എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യം. കാരണം എനിക്കതിന് സന്തോഷിക്കാനും ആനന്ദിക്കാനുള്ള ഒരുപാട് കാരണങ്ങൾ എൻ്റെ നാട്ടിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായും. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടാവും ദുബായിൽ? ദുബായിൽ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 10ാമത്തെ വരവായിട്ടായിരിക്കണം. ഞാൻ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല. ഞാൻ ദുബായിൽ തന്നെ കൂട്ടുകൂടിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഖത്തർ മാറ്റി നമുക്ക് ദുബായിലേക്ക് സെറ്റിൽ ആകാം. ദുബായിലേക്ക് ഒരു വൈറൽ ആയി. അല്ല, അങ്ങനെയല്ല, ദുബായിലും കൂടി ഒരു കാല് വെക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുള്ള പോഡ്കാസ്റ്റ് കാണുന്ന റിയൽ എസ്റ്റേറ്റ് ആൾക്കാർക്ക്. അല്ല, അതെന്താ കാരണം എന്ന് വെച്ചാൽ ദുബായ് എന്ന് പറയുന്നത് ദുനിയാവിൻ്റെ ഒരു പരിച്ഛേദമാണ്. തീർച്ചയായും എല്ലാവർക്കും അതൊരു സമത്വ സുന്ദരമായ ഒരു ആനുകൂല്യം കിട്ടും പോലെ അവിടെ എനിക്ക് അനുഭവപ്പെടുക. തീർച്ചയായിട്ടും. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഇവർ വല്ലാതെ വിലമതിക്കുന്നുണ്ട്. ചെറുതിൻ്റെതായിട്ടായാലും വലുതിൻ്റെതായിട്ടായാലും എല്ലാവർക്കും ആ ഒരു തുല്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരുപാട് യാത്രാക്കുറിപ്പിൽ നല്ലൊരു ശതമാനം അതിൻ്റെ ഒരു പുസ്തകം വരാനുണ്ട്. അതിൽ നല്ലൊരു ഭാഗം ദുബായിയാണ്. അപ്പം പുസ്തകവും എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ട്, പാട്ടുകൾ എഴുതാറുണ്ട്. അതെ. 35 വർഷമായി യാത്ര തുടങ്ങിയിട്ട്. 35 വർഷമായി. പക്ഷേ ഇപ്പം നമ്മളൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ആരാ എഴുതിയെന്നുള്ള ഒരിക്കലും ചിന്തിക്കാറില്ല. ആ പാടിയത് ആരാണ് എന്നാണ് അറിയുള്ളൂ. പക്ഷേ ഇങ്ങനൊരു കലാകാരൻ, അതും ഞാനൊരു കോഴിക്കോട് സ്വദേശിയാണ്, പയ്യോളി സ്വദേശിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അതാവുന്ന നമ്മൾ അടുത്ത പ്രദേശത്തിലെ ഒരാളാണ്. 20 കിലോമീറ്ററിന്റെ 30 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളെപ്പോലത്തെ ഒരു ജനറേഷൻ, ചിലപ്പം ആ ഒരു ജനറേഷനിൽ നിങ്ങളെ ഇത്രയും വലിയൊരു കലാകാരനെ മിസ്സായിട്ടുണ്ട്. ഞങ്ങൾ ഈ പാട്ടിലൂടെയാണ് എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. മിഷാവ എന്ന് പറയുന്നത് ഞാൻ 46 വർഷമായിട്ട് ഖത്തറിലല്ലേ. 40 വർഷം അവിടെ പ്രവാസിയായിട്ട് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ് ആണോ? ചെറിയ ബിസിനസ് ഒന്നും ഇല്ലാതെ നിൽക്കില്ലല്ലോ. അങ്ങനല്ല, ഞാൻ ബിസിനസ് പോയി എനിക്കൊന്നും അറിഞ്ഞൂടേട്ടാ.
വിദ്യാഭ്യാസം ഇല്ല, ഒരു ഡ്രൈവിംഗ് പോലും ഞാൻ പഠിച്ചിട്ടില്ല, വേറൊരു പണിയും പഠിച്ചിട്ടില്ല, പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? കച്ചവടം. കച്ചവടം. അങ്ങനെ അങ്ങനെ കച്ചവടത്തിലായതാ. എന്തായിരുന്നു കച്ചവടം? എന്തായിരുന്നു? ഹോട്ടൽ, എല്ലാ ബിസിനസ്സും ഖത്തറിൽ ഏകദേശം ഞാൻ കൈവക്കാത്ത മേഖല വളരെ കുറവാണ്. 45 വർഷമായി ഖത്തറിൽ. 46 വർഷമായി. 19 വയസ്സിൽ വന്നതാ. 19 വയസ്സ് വന്നിട്ടുണ്ട്. കമ്പനിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അതെ. അങ്ങനെ പിന്നീട് കച്ചവടത്തിലേക്ക് പോയി. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പാഷനായിട്ടാണോ, എപ്പോഴാണ് ഈ പാട്ടൊക്കെ തുടങ്ങിയത്? പറയുന്നത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളിപ്പോൾ അടുത്തേ മരിച്ചു. അതെ, ഇബ്രാഹിം എന്നുണ്ട്. അദ്ദേഹം മരിച്ചതിന് ഞാൻ ഇതുവരെ ഒരു ഗാനരചയിതാവൊന്നും നടത്താത്തൊരു സാധനം എഴുതിയ ഖബറിലേക്ക് ഒരു കത്ത് എഴുതി അയക്ക്. ഖബറിലേക്കൊരു കത്ത്. ഇതുവരെ ആരും കാണാത്തൊരാശയം. അങ്ങനെ കുറേ ഇങ്ങനത്തെ ആശയങ്ങൾ പലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ എനിക്ക് ചിന്തകൾ വരിക, ക്രിയേറ്റീവായിട്ട് വരിക. അപ്പോൾ ഖബറിലേക്കൊരു കത്ത് ഭയങ്കര വൈറലാണ്. ഓക്കെ, ആ പാട്ടിന് 2 വരികളൊന്ന് പാടുകയാണെങ്കിൽ? അതെനിക്ക് ഇപ്പോൾ ഞാൻ പാടിത്തരുമെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ 2 വരി റെക്കോർഡ് വെച്ചോ. അതിൽ നമുക്ക് വെക്കാം. ഭംഗിയായിട്ട് അത് നവാസ് പാലേരിയ പാടി. അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ ഇതിൻ്റെ മുന്നേ എൻ്റെ ഏറ്റവും വലിയ പാഷൻ ക്യാരംസ് ആയിരുന്നു. ക്യാരംസ് കളിയായിരുന്നു. അതിലും ഞാൻ ഖത്തറിൽ ഒരു ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു, ചാമ്പ്യനാണ്. ആളുകൾക്ക് ഇതാണെന്ന് അറിയില്ല, അതൊരു സകല കലാവല്ലഭരാണ് സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ആ മേഖലയിൽ കിട്ടി. 1, 2, 10, 100 അല്ല. അന്ന് കാലത്ത് ഖത്തറിൽ എന്താണെന്ന് വെച്ചാൽ ഓരോരോ കോമ്പൗണ്ടുകളാണ്. മിക്ക പണിക്കാരും ഗവൺമെൻറ് പണിക്കാരായിരിക്കും. അന്ന് വലിയൊരു ബിസിനസ് സ്ഥാപനമൊന്നും ഖത്തറിലില്ല. എല്ലാവർക്കും ഗവൺമെൻറ്റിൽ ഒന്നിക്കില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ അഹമ്മദ് ഹോസ്പിറ്റൽ അന്ന് അധികമുള്ള സീപോർട്ട്. അന്ന് ഇന്നത്തെ പോലെ ക്രെയിനൊന്നും ഇല്ലല്ലോ, കയറ്റർക്ക് തൊഴിലാളികളുണ്ടല്ലോ, അതിലിഷ്ടം പോലെ തൊഴിലാളികളുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആൾക്കാരായി. അങ്ങനെ ഇബ്രാഹിം ആയിട്ട് ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ അയാൾക്ക് എൻ്റെ കളിയും കാര്യമെല്ലാം വളരെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ എനിക്ക് വേറൊരു കുടുംബ പശ്ചാത്തലമുണ്ട്. ഇബ്രാഹിം എൻ്റെ തൊട്ടടുത്ത പ്രദേശം. ഞങ്ങൾ നാദാപുരത്തെ വലിയൊരു ഫാമിലിയാണ്, ചെറുതല്ല. ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10,000 രക്തബന്ധുക്കളുള്ള ഒരു വലിയ ഫാമിലിയാണ്. ഒരുപാട് ചരിത്രപരമായി നാദാപുരത്തിൻ്റെ എല്ലാ ചരിത്രവും എഴുതിയത് നമ്മളൊരു കുടുംബം എന്ന് പറയുന്നതിന് വലിയൊരു അഭിമാനമുണ്ട് എനിക്ക്. അത് വൈദ്യശാസ്ത്ര രംഗത്തായിക്കോട്ടെ, വിദ്യാഭ്യാസ രംഗത്തായിക്കോട്ടെ. തറവാടിൻ്റെ പേര്? തറവാട് കരുവേരിയാണ്, പക്ഷെ GPസിലാണ്. GP എന്ന് പറഞ്ഞാൽ ഗണാപുത്തലത്ത് തന്നെയാണ്. അതെ. ഇപ്പോഴും ഞങ്ങൾ ആ ലെവലിൽ യാത്ര തുടർന്നിരിക്കുന്നത്. നമ്മൾ അനുജൻ്റെ മകൻ ആത്തിഫ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ നിങ്ങളൊന്ന് വിളിച്ച് ഇൻ്റർവ്യൂ ഒന്നും നന്നായിരിക്കും. അയാൾ അമേരിക്കൻ വൈറ്റ് ഹൗസിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവാണ്. കഴിഞ്ഞ കൊല്ലം അയാളെയാണ് അവിടുത്തെ ഏറ്റവും നല്ല ആളായിട്ട് തിരഞ്ഞെടുത്തത്. ആകെ 12 ആളായിട്ട് അവർ ലോകത്തെ തിരഞ്ഞെടുക്കും, അതിലൊരാളാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഈ കവിതയിൽ തന്നു മുതലേ ഉണ്ട് അല്ല? അങ്ങനെ ഇബ്രാഹിമിൻ്റെ അടുത്ത് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, പാട്ട് ഇന്നിവിടെ ഒരു മാഫിൽ നടക്കുന്നുണ്ട്, നിങ്ങൾ പാട്ടിൻ്റെ ആളല്ല. പാട്ടെല്ലാം ഞങ്ങൾ കാസറ്റ് വേണം, കാരണം എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോയിട്ട് പുതിയ പാട്ട് വന്നിട്ടുണ്ടോ. ഇപ്പോഴും ചിലപ്പോൾ ഒരു ആളുടെ അടുത്തൊന്നും സ്റ്റോക്കില്ലാത്ത 2500 കാസറ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്കുണ്ട്. ഇപ്പോഴും എൻ്റെ ഷോക്കേസിലുണ്ട് 2500 കാസറ്റ്. എൻ്റെ 2500 കാസറ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്കുണ്ട്. അപ്പോൾ അങ്ങനെ പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ പാട്ടുണ്ടെന്നുണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ പിന്നെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഹാർമോണിയം വായിക്കുക, പാട്ടുണ്ടാവുക എന്നെല്ലാം പറയുമ്പോൾ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാനിങ്ങനെ ഒരു 5-8 മാഫിൽ പങ്കെടുത്തപ്പോൾ പാടിയ പാട്ട് തന്നെയാണ് വരുന്നത്, മാറ്റി. അതെന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ അതിൽ ഖാലിദ് വടകര എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ഹാർമോണിസ്റ്റാണ്, പാട്ടുകാരനാണ്. അയാളോട് ചോദിച്ചു, ഖാലിദ് ഭായി നമുക്ക് എന്തുകൊണ്ട് പുതിയൊരു പാട്ട് പാടുകളൊക്കെ പറ്റുന്നില്ല? എന്നോട് പറഞ്ഞു, പാട്ട് എവിടെ നിന്ന് കിട്ടാനാ? അങ്ങനെ എന്നെല്ലാം പറഞ്ഞു. പിന്നെ പാട്ട് പഠിച്ച് പാടണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചന്ദ്രിക വീക്കിലും അവിടെ നോക്കിയാൽ പുതിയ പാട്ട് കിട്ടുമല്ലേ, PT അബ്ദുറഹ്മാനിൽ എഴുതുന്ന പാട്ടുകൾ ചന്ദ്രികയിൽ വരുത്താറുണ്ടല്ലോ. ഇവിടെ അങ്ങനെ ചന്ദ്രിക വീക്കിലൊന്നും ഇവിടെ വരുത്തില്ലല്ലോ. നമുക്ക് നമ്മൾ പണി പിന്നെ ഒരു ഒഴിവ് സമയത്തിൽ നമുക്കുണ്ടാകുന്നൊരു പാഷൻ ഇതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരാളെന്നോട് വെച്ച്, ഇങ്ങൾക്ക് ഒരു പാട്ട് എഴുതി കൂടെ വെച്ച് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്ന് ശ്രമിച്ചോ, നമുക്കൊന്ന് നോക്കാമല്ലോ. പാട്ട് എന്താന്നും കൂടി എനിക്കറിയില്ല, ആദ്യമായിട്ടാണ്. അതെ. എനിക്കാണെങ്കിൽ മലയാള ഭാഷയാണുള്ളത്. ഞാൻ 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടുള്ളൂ. വായിക്കാൻ എഴുതാനൊക്കെ അറിയാം. അല്ല, വായിക്കാൻ എഴുതാക്കാൻ പറയാം.
അതെനിക്ക് വലിയ അന്നത്തെ 4ാം ക്ലാസ് 3ാം ക്ലാസ് അല്ല, അതിനെനക്കൊരു പവർ ഉണ്ടാവില്ല. അല്ല, എൻ്റെ ഒരു സുഖം ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്ക് എഴുത്ത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ലോണം പഠിച്ചിരുന്നു. എൻ്റെ വീട്ടിലുള്ള എല്ലാ സാധുക്കളായ ഫാമിലിയാണ്. വളരെ ഓടിട്ട വീടെല്ലാം വളരെ അപൂർവമുള്ളൂ. എല്ലാം ഓല മേഞ്ഞ പഴയ വീടുകളായിരുന്നു. അപ്പോൾ അവിടെ ഒരു 10-40 പുരയിൽ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ തന്നെ അവർ ആന്ധ്ര, ബോംബെ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, പിന്നെ നമ്മുടെ കൽക്കട്ട ഇവിടെയെല്ലാം പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇവരുടെ എല്ലാം കത്തെഴുത്തിൻ്റെ ജോലി ചെറുപ്പത്തിലേ എനിക്കുണ്ട്. അന്ന് കത്താണ്. കത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നാ ചെറിയ തന്നെ അവിടെ ആളായിട്ടാണ് ചെല്ലുന്നത്. ഇങ്ങനെ കത്തെഴുതുന്ന ഒരാൾ. പിന്നെ എനിക്ക് കത്ത് വായിച്ചും കൊടുക്കണം. പ്രിവിലേജ് ഉണ്ടാവും. ആ പ്രിവിലേജ് ഉണ്ട് തീർച്ചയായും. ഒരു സ്പെഷ്യൽ ചായ എല്ലാം സ്വീകരണമൊക്കെ ഉണ്ടാവും. സ്വീകരണം ഉണ്ട് തീർച്ചയായും. കാരണം എന്താ പറയുക, അവർക്ക് സ്വീകരണം തന്നെ അവർ എഴുതുന്ന വിഷമത്തിൻ്റെ മാത്രമല്ല, അവരങ്ങനെ വരുന്ന കത്തും ഞാൻ വായിക്കണം. തീർച്ചയായും മറുപടി വായിച്ചു കൊടുക്കണം. അല്ലാതെ അവരയച്ച കത്തും ഞാൻ വായിച്ചു കൊടുക്കണം. അതിന് കണക്കായിട്ട് മറുപടി എഴുതണം. ഈ നാട്ടിൽ ഇവരെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അറിയണം. അല്ല, ഞാൻ ഉൾക്കൊണ്ട് എഴുതണം. അപ്പൊ അവരതന്നെ രഹസ്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുമല്ലോ. ഇല്ല, അതിനെ പറ്റിയല്ലോ ഒരിക്കലും. കാരണം 2ാം ക്ലാസ്സിൽ അല്ല, സത്യങ്ങൾ അതെന്താ കാരണം എന്നല്ല, അവർ അന്നത്തുള്ള മനുഷ്യന്മാർക്ക് ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ അവർ നിഷ്കളങ്കരാണ്. ഇങ്ങനെ എനിക്കിപ്പോൾ 65 വയസ്സ് കഴിഞ്ഞ് 66ാമത്തെ വയസ്സാണ്. എൻ്റെ എല്ലാ വലിയ ഫ്രണ്ടുകളും വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾ, മന്ത്രിതലം മുതൽ വലിയ കവികൾ, പ്രിൻസിപ്പാൾമാർ, ഒരുപാട് ആളുകൾ കൊണ്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നത് പറഞ്ഞാൽ 5 വയസ്സുള്ള കുട്ടികളായിട്ടുള്ള ലോകം പോലെ ലോകം ഉണ്ടാവും. അതിൻ്റെ അപ്പുറം വലുതാൽ കാര്യം പറയുമ്പോൾ നമ്മൾ അരിയത്തെ 2 5 വയസ്സുള്ള ആളായിരിക്കണം. കുട്ടികളെ പോലെ ആവണമെന്ന് പറയുന്നത് അതന്നെ. ഞാൻ 85 വയസ്സുള്ള ആളെ ഞാൻ സംബോധന ചെയ്യും. അത് ചോദിപ്പോൾ എന്താ കുഞ്ഞെന്ന് ചോദിക്കും. എനിക്ക് യാതൊരു മടിയുമില്ല. അവരോടും പറയുമ്പോൾ അങ്ങനെ മതി ഇങ്ങോട്ടും. എന്നാൽ അതോടുകൂടി നമ്മൾ 5 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ നമുക്ക് വേറൊരു സ്വാർത്ഥത ഇല്ലല്ലോ. നിഷ്കളങ്കതയോടെ തന്നെ പെരുമാറണം. അതെന്നോട് കൂടി എല്ലാവർക്കും അറിയാം. ഇതിനാണ് ഈ സ്വാർത്ഥത. 10-25 കൊല്ലം ജീവിക്കുന്നത് നമ്മൾ. ഈ സ്വാർത്ഥതയും ഈ വെട്ടിപ്പിടുത്തവും ഈ അക്രമവും ഈ വർഗീയത എല്ലാം കൊണ്ടുവരുന്നത് എന്ത് കാര്യമോ? ഒരു കാര്യമില്ല. അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. അല്ല, ഇപ്പം അത് കൂടി പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ഒരു പാട്ട് എഴുതി അല്ലെങ്കിൽ അതൊരു വൈറലായി, നിങ്ങൾ വളരെ സ്വാഭാവികമായിട്ടൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കലാസൃഷ്ടി എന്ന രൂപത്തിൽ എഴുതി. അതെ അതെ. പക്ഷെ അതിന്റെ പിറകെ വന്ന കുറെ വിവാദങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എഴുതിയ പാട്ട് നിങ്ങൾക്കെതിരെ കേസ് വരെ പോകുന്ന രൂപത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവാഞ്ഞിട്ട് അല്ല, എനിക്ക് അതിൽ കാര്യമായിട്ട് തോന്നിയത് ആ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടം കാലഘട്ടമൊന്നുമില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്കത് തോന്നിയതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു 100 കൊല്ലത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിലൊരുപാട് പ്രഗത്ഭരുണ്ടായി കിട്ടും, നല്ല മനുഷ്യ സ്നേഹികളുണ്ട്. എൻ്റെ തന്നെ നല്ല സുഹൃത്തുക്കളിൽ ഒരുപാട് ആൾ CPM മാരുണ്ട്. അവരെല്ലാം തമാശയും ഞാൻ പറയും. ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളായ ആളുകൾ വളരെ ഒരുപാട് പോസിറ്റീവായിട്ട്. പിന്നെ പാട്ട് എഴുതുകയെന്ന് പറഞ്ഞാൽ, പാട്ട് എഴുതുകയെന്ന് പറയുന്ന ഒരു വസ്തുതാപരമായ കാര്യം അല്ലാണ്ട് ഒരു കളവൊന്നും അതിൽ പറഞ്ഞില്ലല്ലോ. ഇല്ല. എല്ലാവരും തരാ നോക്കി. പക്ഷെ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കൽ ആയില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് കോൺഗ്രസ് അല്ലേ? തീർച്ചയായിട്ടും കോൺഗ്രസ്സാണ്. അതിന് വേറൊരു പാർട്ടിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാഴ്ചപ്പെടുന്ന നാനാത്വത്തിൽ ഏകത്വം, അങ്ങനത്തെ ഒരു ആശയം വെക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിലില്ല. അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഉറപ്പ്. ആ നെഹ്റു എന്താണോ വിഭാവനം ചെയ്ത് അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സജീവമായിട്ടുള്ളൊരു കോൺഗ്രസ്, സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തിക്കുന്ന മനസ്സുകൊണ്ട് എന്തായാലും ആ നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയിൽ പുലരണം. നമ്മുടെ സ്വാതന്ത്ര്യം നിലനിൽക്കണം, നമ്മുടെ തനിമയെ നിലനിൽക്കണം. അത്തരം ഒരുപാട് പാട്ടുകൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അല്ല, സമകാലീന ഇന്ത്യയിലെ ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വീക്ഷിക്കുന്ന ഒരാളാണോ? അല്ലെങ്കിൽ എനിക്ക് ഇന്ത്യയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ പിന്നെ ഒരു സാമുദായിക സംവരണ അധികാരത്തിലുണ്ടായിക്കളയാ എന്നുള്ള ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഈ വർഗീയത ഇല്ലാണ്ടാവുന്നത് എൻ്റെ മനസ്സ് പറയുന്നത്. എത്രത്തോളം പ്രായോഗികമാകും എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ജാതി തമ്മിലുള്ള പോരാട്ടങ്ങളാണ്. ഒരു പരിധി വരെ ജാതി പോരാട്ടങ്ങളാണ്. ഞാൻ പറയുന്നത് അർഹമായ ഇപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ
18% ക്രിസ്ത്യൻസ് ഉണ്ട്, 27% മുസ്ലിംസ് ഉണ്ട്, 35% ഈഴവരുണ്ട്. ആ 35% MLA MP ജയിച്ചു വരണം. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാൽ പിന്നെ എനിക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആരും അടി ഉണ്ടാക്കൂലല്ലോ. സാമുദായിക അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അതിനനുസരിച്ചിട്ടുള്ള അതിന് കണക്കായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ സംവരണം ചെയ്ത് കളിയാം. സംവരണം, സാമുദായിക സംവരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, വർഗീയത ഇല്ലാണ്ടാവും. പക്ഷേ അത് വർഗീയത വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതിനൊരിക്കലും അത് വേറൊരു കാര്യം. അതിപ്പോൾ ഞാൻ എൻ്റെ നിയമത്തിൽ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ എനിക്ക് പറയാനുള്ള ഞാനത് പലപ്പോഴും എഴുതാറുണ്ട്. നമ്മളെ ഏറ്റവും ആദ്യം നമ്മൾ കൊട്ടേഷൻ സംഘവും മറ്റേത് അത് ഇതെല്ലാം പറഞ്ഞെടുക്കുന്നില്ലേ. ക്രിമിനൽ കുറ്റം ചെയ്താൽ ഒരു 3 കൊല്ലം ഒരു നേരം ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ എല്ലാ ക്രിമിനൽ സംഘവും അന്ന് പിരിച്ചു വിടും. ജീവപര്യന്തവും സുഖജീവിതവും എല്ലാം ഒരു 3 കൊല്ലം ഒരു നേരം ഭക്ഷണം കൊടുക്കുക. ഒരു നേരം ഭക്ഷണം കൊടുത്താൽ കൂടുതൽ ആരോഗ്യവാനാവുള്ളൂ മനുഷ്യൻ. ഒറ്റ നേരം ഭക്ഷണം നിങ്ങൾ തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ക്രിമിനൽ സംഘം ഉണ്ടാവില്ല, കള്ളത്തരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, എല്ലാം അനുഭവിക്കുക മനുഷ്യന് ഇഷ്ടമാണ്, പട്ടിണി അനുഭവിക്കുക ഒരിക്കലും ഒരു മനുഷ്യന് ഇഷ്ടപ്പെടില്ല അല്ലേ. ബേസിക് നീഡ്സ് ആണല്ലോ. നിങ്ങളത്തിപ്പോൾ ഈ സ്വത്ത് ഇതെല്ലാം പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ 2 ദിവസം പട്ടിണി എടുക്കണമെന്ന് അരച്ചാൻ വയറിന് വേണ്ടിയാണ് എല്ലാവരുടെയും എല്ലാ ഡ്രാമകളൊന്നും പറയാറുണ്ടല്ലോ. അതെ, ഞാനെപ്പോഴും അങ്ങനെ മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആ കുട്ടി നിങ്ങൾ കത്തെഴുതുന്ന കഥയിലേക്ക് തിരിച്ചു പറഞ്ഞോ. അപ്പോൾ നിങ്ങൾ നാദാപുരത്ത് എല്ലാ വീടുകളിലും കത്തെഴുതി തന്നെയാണ് വിളിക്കുക. അങ്ങനെ എന്തായെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം ചെറുപ്പത്തിലേ നമ്മൾ വലിയൊരു കുടുംബം, നമ്മൾ സാധാരണ ജനങ്ങളായിട്ട് എപ്പോഴും കൂട്ടുകെട്ട് ഈ കാലത്ത് വൈവെല്ലാം ചോദിച്ചല്ലോ നിങ്ങൾക്കൊരു പാട്ട് എഴുതാം. അപ്പം ഞാൻ പാട്ട് എഴുതുന്ന ആശയം നോക്കി തിരഞ്ഞത് എങ്ങനെ ഞാൻ ഒരു പാട്ട് എഴുതുക. SA ജമീലൊക്കെ പാട്ട് എഴുതുന്ന കത്തുപാട്ട് എഴുതുന്ന സമയത്താണ്. അല്ല, SA ജമീൽ കത്തുപാട്ട് എഴുതുന്ന സമയമല്ല, അന്നേരം അത് 77 എഴുതിയതാണ്. ഓക്കെ, ഞാൻ 92 തുടങ്ങുന്നത്, 90 മേലെ. കത്തുപാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പാട്ടുകൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല, എൻ്റെ അടുത്ത് 2000 പ്രണയമുണ്ട് പക്ഷെ എഴുതിയിട്ടില്ല. എഴുതാനാണ്ട് എന്തെങ്കിലും നമുക്ക് അറിയണ്ടേ. അങ്ങനെ ഞാനത് മൊത്തം ഞാൻ മനുഷ്യകുലത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പഠിച്ചു. അങ്ങനത്തെ ഒരു സാധനം എഴുതി. അങ്ങനെ ആദ്യം ഞാനൊരു പാട്ട് എഴുതിയ തന്നെ 20ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യവേളയിൽ ഞങ്ങൾ കഴിയുകയാണല്ലോ, ഇതുപോലെയുള്ളൊരു കാലം മുമ്പൊന്നും വന്നു ഭവിച്ചോർമ്മയില്ലല്ലോ, മാറാത്ത രോഗത്താലേ കരയാത്ത ആളുകൾ കൂടുതലില്ലല്ലോ, മാറാവ്യാധി പോലെ മാനവൻ തമ്മിൽ തല്ലി മരിക്കുന്നല്ലോ. അതിൻ്റെ വരികൾ ഒരു അല്ല, അധ്വാനിക്കുന്നവരെന്നും മുഷിപ്പാണ്, അറിയാതവൻ്റെ പേരിൽ വൻ വെട്ടിപ്പാണ്, അറിവുള്ളവർ അതിനായി കൂടിയിരിപ്പാണ്, അക്കാര്യത്തിൽ എല്ലാ ദീനും യോജിപ്പാണ്. ഒരു സെറ്റേറാണ്, സാമൂഹ്യ വിമർശനം ഉണ്ട് അതിൽ. അല്ല, ഇത് ആളുകൾ അറിയണം. കാരണം ഇപ്പം നിങ്ങൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട് CPM വിമർശിച്ചു എന്നൊരു, കാരണം നിങ്ങൾ CPM മാത്രമല്ല നിങ്ങൾ എല്ലാവരും വിമർശിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള സാമൂഹ്യ ജീവിതത്തിന്റെ നന്മക്ക് വേണ്ടിയുള്ള സമരം എന്നല്ല നമ്മളുടെ കവിത. നമ്മളെ പടവാളാണ് നമ്മുടെ. അതാ, നമുക്കതല്ലേ പറ്റൂ. തീർച്ചയായും നമുക്ക് അല്ല, നിങ്ങൾ ആദ്യ പാട്ട് തന്നെ അങ്ങനെയാണ്. പക്ഷെ അത് പലർക്കും അറിയാത്ത ഒരു പ്രശ്നമുണ്ട്, ഇത് കാണുന്ന ആളുകൾക്ക് വ്യക്തമാകും. അതെ അതെ അതെ, ഞാൻ അത്തരം ഒരുപാട് ഇപ്പം ഞാൻ ഇപ്പോൾ ഇറക്കാൻ പറ്റുന്ന ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒരു പാട്ട് അതിനെക്കാട്ടും വിപ്ലവകരമായ ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യുദ്ധകാലത്ത് മനുഷ്യനെ കൊല്ലാനെന്തിന് ആയുധമുലകിൽ നിർമ്മിച്ചു, മനുഷ്യകുലത്തെ വെല്ലാനെന്തിന് മനസ്സുകളെ നാം വിഭജിച്ചു, മണ്ണിൽ നിന്നുണ്ടായൊരു രൂപം മണ്ണിനെന്തിന് കലഹിച്ചു, കണ്ണു തുറക്കാതുള്ളൊരു നീതിയെ തൂണായെന്തിന് വായിച്ചു, എന്നും നമ്മൾ പരദേശി എല്ലാവരും ഇതിനവകാശി, എന്തിനാണ് ഈ പിടിവാശി, എവിടെ ഇരിപ്പുണ്ട് ഉപദേശി. അങ്ങനെയുള്ള വിപ്ലവകരമായ ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം സമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരുന്നു. എല്ലാ വിഷയത്തിലും നിങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ പക്ഷെ ഇങ്ങനത്തെ എന്ന് പറയാനില്ലാത്ത എല്ലാ ഇതിലും പാട്ട് ഞാൻ ആത്മാക്കളോട് സംവദിക്കുന്നുണ്ട്, സ്വർഗത്തിൽ പോകുന്നുണ്ട്. അതേ സ്ഥാനത്ത് കേരള മാല എഴുതുന്നുണ്ട്, മീൻമാല എഴുതുന്നുണ്ട്, ഫുഡ് മാല എഴുതുന്നുണ്ട്, പച്ചക്കറി മാല എഴുതുന്നുണ്ട്, അങ്ങനെ ആകാശത്തിലേക്ക് പോകുന്നുണ്ട്. എല്ലാ മേഖലയിലും ഞാൻ പോകും. അപ്പം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടും ഇതുവരെ ഇതിന് മുന്നേ എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പാട്ട് എഴുതി തുടങ്ങി ആദ്യത്തെ പാട്ട് തന്നെ, ആദ്യത്തെ കാസറ്റ് തന്നെ വളരെ ഹിറ്റായിരുന്നു. അന്നേരം ഈ പാട്ട് അതിൽ വെച്ചിട്ടില്ല. ആദ്യത്തെ പാട്ട് ഹിറ്റായത് പൊട്ടി വിരിയുന്ന ആശതൻ മലർമുട്ട് ആത്മാവിൻ ചില്ലയിൽ എന്ന് പൂക്കും,
പൊട്ടിത്തകർന്ന കിനാക്കളെ മയ്യത്ത് ഏതൊരു മണ്ണിൽ ഞാൻ കവറെടുക്കും. ഒരുപാട് കിനാക്കൾ മരിച്ചു വീഴുന്ന മനസ്സാണ് നമ്മളത്. തീർച്ചയായും ഇതിനെ എവിടെയും കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ അല്ല, ഈ മയ്യത്തുകളും പേരെയാണ് മനുഷ്യൻ ഇങ്ങനെ യാത്ര ജീവിതയാത്ര എന്ന്. ആ കേസറ്റ് ഞങ്ങൾ റൂമിൽ വെച്ച് പാടിയതാണ്. ആ കേസറ്റ് ഖത്തറിലെ ഒരു ചെറിയ കടയിൽ ആ വർഷത്തിൽ ബാക്കി എല്ലാ മാപ്പിളപ്പാട്ടുള്ള തിളക്കമുള്ള താരങ്ങളും പാടിയിട്ട് 8,000 കേസറ്റാണ് വിറ്റുള്ളൂ. ഈ ഒരു കേസറ്റ് മാത്രം 10,000 വിറ്റു അന്ന് 94. അന്ന് നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഒന്നുമില്ല, ട്രെൻഡും ഒന്നും ഇല്ലാത്തൊരു ലൈക്ക് ഇതേപോലുള്ള മാധ്യമങ്ങളില്ലാത്ത. പിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിയമപ്രശ്നം കാര്യവും അതും ഇതെല്ലാമായിട്ട് കുറേ പ്രയാസങ്ങളുടെ കാലമായി നിനക്ക് സ്പോൺസർ വൈറ്റും അതും ഇതെല്ലാമായിട്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോകുമ്പോൾ ചിലരെല്ലാം പാട്ടെല്ലാം നന്നായിന്, പക്ഷേ ഇനി പാട്ടും കൊണ്ട് നടന്നോ, പൈസ ഒന്നും ഉണ്ടാക്കണ്ട, കുടുംബം നോക്കണ്ട, അങ്ങനെ ഇങ്ങനെ എന്നുള്ള സോഷ്യൽ പ്രഷർ നമ്മളെ ആൾക്കാർ എന്നത് പറയും. എന്താണെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ച പോലെ തന്നെ നമ്മളെ നാട്ടിൽ നന്നാവല് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കല. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ ഗൾഫിലെല്ലാം പോയി നന്നായി തന്നെ ഓനിപ്പം ബിൽഡിംഗ് വലിയ വീടുണ്ടോ വലിയ വണ്ടി ഉണ്ടോ ഒന്ന് നന്നായി എന്നാണ് ജനങ്ങളുടെ തീർപ്പ്. തീർച്ചയായും. അതേ സ്ഥാനത്ത് ഓരോരോ ജീവന്റെ തുടിപ്പുകളും എങ്ങനെയെങ്കിലും വളർന്നു വരട്ടെ എന്നുള്ളത് പ്രത്യേകിച്ച് കലാകാരന്മാർക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പൈസ മാത്രം പ്രസക്തി. എനിക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാനെങ്ങനെയാണ് സംഗീതത്തിൽ വന്നത്. എൻ്റെ നാട്ടിൽ നാദാപുരം നിങ്ങളെല്ലാം പുറത്തുള്ള ആൾ അറിയപ്പെടുന്നത് ഒരു കലാപഭൂമി എന്നാണ്. എപ്പം നോക്കിയാൽ നാദാപുരം പ്രശ്നം അങ്ങനെ ഇങ്ങോട്ടെ. എന്നാ കലാപഭൂമിയല്ല, കലയുടെ ഭൂമിയാണ് നാദാപുരം. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് കേൾക്കുന്നത്. നാദാപുരം കലാപഭൂമിയല്ല, കലയുടെ ഭൂമിയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പലപ്പോഴും സ്കൂളിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ ഉണ്ട് വലിയ മുട്ടും പുളിയും ബാൻഡും. നിങ്ങൾ കേരളത്തിലെ ഏത് ബാൻഡ് സെറ്റ് പോയാലും, കേരളത്തിൽ ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോയാലും നാദാപുരത്തിൻ്റെ ഒരു കൈ അടയാളം, അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നാദാപുരം ഉണ്ട്. നിങ്ങൾ എവിടെ പോയി അന്വേഷിച്ചു. ഞങ്ങൾ കഫ്റ്റീരിയൻ്റെ കാര്യത്തിലൊക്കെ കേട്ടിട്ടില്ല. ആ കഫ്റ്റേരിയൻ്റെ കാര്യം വിട്, നിങ്ങൾ ബാൻഡ് സെറ്റിൻ്റെ പിന്നിൽ അന്വേഷിച്ചോക്കെ. നാദാപുരത്തെ മുട്ടും പുളിയും വളരെ പ്രസിദ്ധമാണ്. നോമ്പിന് വരുന്നത് അല്ലെങ്കിൽ തന്നെ നാദാപുരത്തെ ഏത് ആഘോഷത്തിനും ആദ്യം തന്നെ പോവാൻ മുട്ടും പുളിയാണ്. അതിപ്പോ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ കലാകാരന്മാരെല്ലാം പല വഴിക്ക്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാദാപുരം ഒരു വേറെ തന്നെ നാദാപുരത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടുകളെ മാറ്റിക്കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല പറയാം, ഈ രാഷ്ട്രീയം. രണ്ട് ചേരികൾ വരുന്നതെന്ന് വെച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില എന്താ പോരായ്മയാണോ എന്തോന്നും എനിക്കറിയില്ല. അവരൊരു ഡിവൈഡിങ് സിസ്റ്റത്തിലാണ് ആദ്യം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ അവരും പറയുന്ന അവിടെ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു സ്വഭാവം പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഞങ്ങളെല്ലാം നാദാപുരത്ത് ജമ്മിമാറാണ്. എൻ്റെ തൊട്ടങ്ങോട്ടുള്ള വലിയ പറമ്പാണ്. അവിടെ താമസിക്കുന്ന ഒരു സാധാരണക്കാരൻ മാധവും കണ്ണനുമാണ്. ചാത്തൻ മാധവനാണ്. ഞങ്ങൾക്കവിടെ കുറേ പറമ്പുണ്ട്. അവിടെ ഫുൾ പറമ്പിൽ മാധക്കും ചാത്തനും സ്വാതന്ത്ര്യമാണ്. എന്തെടുത്താലും ഇല്ല, എന്ത് തിന്നാലും ഇല്ല, കഴിഞ്ഞോട്ടെ എന്നുള്ള കോലത്തിൽ. അങ്ങനെയാണ് ഉമ്മാമ്മൻ്റെ ഒരു സിസ്റ്റം. ഒരു ഓല കൊത്താൻ വരുമ്പോൾ ആദ്യം വിളിക്കുക കണാറിനോട്. ഒരു കണാറാ പോയിട്ട് മാധവനെ വിളിച്ചോ, മറ്റേ വിളിച്ചോണ്ട് തരാം. കാരണം എന്ന് പറഞ്ഞാൽ പുളിക്കോല് ഓല കൊത്തുമ്പോൾ ആദ്യം മാധവൻ്റെ പുരട്ടണോ, ഓളാടെ ചോർന്ന് കിടന്നിട്ട് എനിക്കിവിടെ ഉറക്കം വരില്ല. അങ്ങനെ ഒരു മനുഷ്യ ബന്ധം എന്തായിപ്പോയെന്നറിയാമോ? മാധ 10 സെൻറ്റ് ചോദിക്കുമ്പോഴേക്ക് ഈ പറമ്പിൽ നിന്നെല്ലാം മാധ 10 സെൻറ്റിൻ്റെ ഉള്ളിലായി പോയില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ നാദാപുരം കലാപത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പം നമ്മൾ ആ ഒരു സമീപ പ്രദേശത്തുള്ള ഇതേ നിങ്ങൾ പറഞ്ഞ ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഇപ്പം ഒരു കണ്ണനാണെങ്കിൽ ഞങ്ങൾ കണ്ണേട്ടാന്ന് ഞങ്ങൾ വിളിക്കുക. അതെ. പക്ഷേ നിങ്ങളെ നാട്ടിലുള്ള ഈ പറയുന്ന ഈ ഒരു പേര് വിളിക്കലും അല്ലെങ്കിൽ അവരെ ജാതീയമായി അധിക്ഷേപിക്കലും കാര്യം പറഞ്ഞുതരാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് കൃഷിയും കാര്യവും ഭൂമിയിലുള്ളല്ലേ. അപ്പോൾ ഉപ്പ പറയുന്ന ആരോട്, ഉപ്പൻ്റെക്കാളും താഴെയുള്ള പ്രായമുള്ള ആളായിരിക്കും അല്ല ഉപ്പൻ്റെ അതേ സമയം, ചാത്തു നമുക്ക് കുറച്ച് ഓല കൊത്തണം, അല്ല കുറച്ച് ചക്ക പറിക്കണം. അപ്പം ചാത്ത് പറയുന്നത് എൻ്റെ അടുത്ത് ചെക്കനും കേൾക്കുന്നത്. ചാത്തു ഒരിക്കലും മോൻ്റെ പേര് ഉപ്പാനോട് പറഞ്ഞു കൊടുക്കുന്നില്ല. ഉപ്പ മുന്നെന്ന് അയാളെ വിളിക്കുക
ഓട്ടോമാറ്റിക്കായിട്ട് ചെക്കൻ വിളിക്കും. ചെക്കൻ തന്നെ വിളിക്കുമോ? അല്ല, ഞാൻ ഇപ്പം പ്രായം അതിൽ അതിന് വേറെ ഒന്നുണ്ട്. പ്രായം കൂടിയ ആളുകളെ നിങ്ങളുടെ വീട്ടിലുള്ള കുറഞ്ഞ പ്രായമുള്ള ആൾക്കാരും പേര് വിളിക്കുന്നതും അവിടുത്തെ ഒരു ജാതീയം. അത് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾ വെറുതെ വരിക്കുക. പ്രായം കുറച്ചാലും പേര് വിളിക്കുന്നുണ്ട്. അത് അന്യ സമുദായക്കാരെ മാത്രമല്ല. അല്ല, അതൊരു ഫാക്റ്റാണ്. അത് നിങ്ങളുടെ നാടിനെ വിമർശിക്കുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ അന്യ സമുദായക്കാരെ മാത്രമല്ല വിളിക്കല്. അത് എൻ്റെ ഉപ്പനത്ര പ്രായമുള്ള ഒരാളെ പേര് മമ്മൂ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ പോക്കർ എന്നെങ്കിൽ ഞങ്ങൾ വിളിച്ച് ശീലിക്കുക പോക്കർ മമ്മൂ തന്നെയാണ്. പിന്നെ ഒരുപാട് അതൊരു പണത്തിന്റെ ഒരു ആധിപത്യം വിമർശനം വരുമ്പോൾ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? പണത്തിന്റെ ആധിപത്യം അത് അന്നേരം ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒരാൾ തെറ്റിദ്ധരിക്കുന്നത്, ആ തെറ്റിദ്ധാരണകളാണ് അവിടെ പൊളിറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടായത്. ചെക്കൻ പെണ്ണ് പുള്ളിയിൽ ഞാൻ അറിഞ്ഞതാ സംഭവിച്ചാന്ന് ഞാൻ അറിയില്ല. പിന്നെ ഇതിനെപ്പറ്റി വമ്പിച്ച പ്രശ്നമായി. ഒരു വലിയ പണക്കാരനുണ്ട്, അയാളുടെ പേര് ശ്രീധരൻ എന്നിട്ട്. അയാളുടെ വീട്ടിൽ ഇതൊന്ന് മാറ്റവും വേണ്ടിയിട്ട്, ഇതൊരു അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാൾ നല്ലൊരു കോടീശ്വരനാണ്. അപ്പോൾ ഒരുപാട് ഭൂമിയിലുള്ള ആളാണ്. കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ജന്മിയാണ്. അപ്പോൾ അയാളുടെ വീട്ടിൽ ആ ചർച്ച വെച്ച്. അപ്പോൾ മുസ്ലിങ്ങളിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയി അവിടെയാണ് ചർച്ച. അപ്പോൾ ചർച്ചയ്ക്ക് എല്ലാവരും കയറി ചെന്നപാട് ശ്രീധരൻ എന്നറിയുന്നുള്ള ചെക്കനോട് ഇളഞ്ഞി കൊണ്ടുവരുമോ പറ. ഈ ചെക്കൻ പെണ്ണം പുളിവെളുക്കാനാണ് ഇവിടെ യോഗം കൊടുത്തത്. അന്നേരമാണ് ശ്രീധരൻ പറയുന്നത് ചെക്കനോട് ഇളഞ്ഞി കെടുത്തോൾ പറ, അയ്യാറോപ്പള വന്നിട്ട്. പിന്നെ ഇതാണ് അത് നാടൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇതിൽ എനിക്കിപ്പം അവിടെ ഇപ്പം നാദാപുരത്തിൽ പ്രശ്നം വരുമ്പം ഒരു പക്ഷേ നിങ്ങളൊരു കോൺഗ്രസ്സുകാരാണെങ്കിൽ പോലും അവിടെ മുസ്ലിം ലീഗും CPM രണ്ട് പാർട്ടികൾ വരുമ്പോൾ അവിടെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള രൂപത്തിലേക്ക് അതിൽ രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള രണ്ട് ഭാഗത്തിനും വിഭാഗത്തിനും പങ്കുണ്ട്. എന്താണെന്നറിയോ? പിന്നെ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു മുസ്ലിം ആണ് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുക, അത് നമ്മളെ ആളാന്ന് പറയും. അത് നാടിനൊരു സ്റ്റൈലാണ്. അത് മറ്റോലും പറയും. ഹിന്ദുവിന് പ്രശ്നം ഞങ്ങളെ പോലത്തെ ഒരു ജാതിപ്പെട്ട ആളെന്നാ പറയാ. അവരെ അങ്ങനെ തന്നെയാ പറയാ. അത് ആ നാട്ടിൽ പറഞ്ഞു വന്നൊരു. പക്ഷെ പിന്നെ നിങ്ങൾ പറയുന്നതാണെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ നാദാപുരം കലാപം ഒരു പ്രദേശം കലാപം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പറ്റി പറഞ്ഞല്ലോ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്ന കാലത്ത് ചില എതിർപ്പുകളെല്ലാം എനിക്ക് തന്നെ അറിയാം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ കാലത്തെ പ്രവർത്തനത്തോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്താ ഇഷ്ടം? അല്ലല്ല, ഇഷ്ടം തന്നെ എങ്ങനെയാണെന്നറിയോ? ഈ നാദാപുരത്ത് അങ്ങാടിയിലെല്ലാം ഓരോരുത്തരുടെ പണിയും വയലും പണി എടുത്തിട്ട് വരുന്നവരെല്ലാം പൈസക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന 6 മണി 7 മണി 6:30 മണി 7 മണിയെല്ലാം ആയിട്ട് അവർ മീനും കേങ്ങുമെല്ലാം വാങ്ങി പോകുന്നൊരവസ്ഥയോടെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാം ഉള്ള പണിക്കാർക്ക് ആദ്യം തന്നെ ഉമ്മ എന്താക്കും, വൈകുന്നേരം ഉപ്പാൻ്റെ ഒന്നും പൈസ കിട്ടിയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ പണിക്കുന്ന മാണിക്ക കുട്ടികളങ്ങ് പട്ടിണിയായിരിക്കും. ഇനിയൊരു കോഴി, ഇനി അരി അങ്ങ് എടുത്തോ, കുറച്ച് കേങ്ങ് എടുത്തോ, കുറച്ച് ചക്കമാറി അങ്ങ് എടുത്തോ, ഇനി പോയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം അങ്ങ് കൊടുക്കുക. അപ്പം പിന്നെ എന്താ പറ്റുകയെന്ന് പറഞ്ഞു വെച്ചാൽ, എനിക്കതിനോടൊരു പിന്നെ ഒരു എതിർപ്പ് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൊരു തെങ്ങ് കയറ്റ സമയം വന്നു. തെങ്ങുമ്പോൾ കാര്യമില്ല, ഒരുപാട് വിവാദങ്ങളുണ്ടായി. അപ്പോഴേ എൻ്റെ അടുത്ത് തൊട്ടങ്ങോട്ട് ഒരു പാവപ്പെട്ട അയച്ചുണ്ട്. പറഞ്ഞുതരാം. അയച്ചാൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു വെച്ചാൽ നാട്ടിൽ തേങ്ങ കൊണ്ടുപോയി വിറ്റ് തേങ്ങ ഒരിച്ച് അങ്ങനെല്ലാം കഴിയുന്ന കാറ്റേക്ക് 3-4 പിള്ളന്മാരുണ്ട്. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ തൊട്ടങ്ങോട്ട് ഒരു ചാത്ത് കച്ചവടം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചാത്തു തന്നെ വിളിച്ചല്ലാണ്ട് ചാത്തു വെട്ടാന്ന് തന്നെ വിളിക്കല്ല. അയാൾക്ക് പ്രായം കൊണ്ടെങ്കിലും ഞങ്ങളുടെ നാടിൻ്റെ ആ രീതി അങ്ങനെയാണ്. അപ്പോൾ അയച്ച ആ കൊള്ളുമ്പിൽ ചെറിയ ഡിസ്റ്റൻസ് ആവും, ചെറിയ അടിയാണ്. അതിൻ്റെ മുന്നിലാണ് ചാത്തുവിൻ്റെ കൂടെ. ചാത്തു, ഇനി എനിക്കൊരു 2 ഉറുപ്പ്യ തരുമോ? അപ്പം ചാത്തു വെച്ച് എന്തിനാ ഉമ്മിറ്റാറെ? എന്താ റേഷൻ തള്ളിപ്പോയി, കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, ഒലിക്ക് എന്തെങ്കിലും ഒരു അന്നം കൊടുക്കണ്ടേ, എൻ്റെ റേഷൻ ഇപ്പം നാളെ അങ്ങ് തള്ളിപ്പോവും വാങ്ങിക്കില്ലെങ്കിൽ. ഈ യൂണിയൻ പറിച്ച എന്നാ പറയുന്നത്. യൂണിയൻ എന്നുള്ളത് യൂണിയൻ പറിച്ച സമരക്കാരെ കൊണ്ട് എനിക്കുള്ളൊരു ചെറിയ 8 തെങ്ങ് പോലും കാര്യത്തിരുത്തില്ല. ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക? അപ്പം എൻ്റെ മനസ്സിലൊരു ഓട്ടോടി, ഇവർ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണോ സമരം ചെയ്യുന്നത്? എല്ലാലോ അന്നേ എൻ്റെ മനസ്സിൽ ഓടിയൊരു സംഗതിയാണ്. ഇവരുടെ സമരത്തിനോടും ഇവർ കൃത്യനിഷ്ഠ പാലിക്കുന്നതിനോടെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ കൂട്ടുകെട്ട് ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഒരു ബാലനാണ്, സഖാവാണ്. ഓൻ സഖാവാണ്. പക്ഷെ ഓൻ്റെ സഖാവുകയെന്നല്ല, ഞാളൊന്നിച്ച് ഇപ്പോൾ നടക്കും. എന്നെ കാണുന്ന എനിക്കൊരു വലിയ സന്തോഷം, ഓനെ കാണുന്ന എനിക്ക് വലിയ സന്തോഷം. ഓൻ നല്ല സഖാവാണ്. എൻ്റെ ആൾ എന്തെങ്കിലും എൻ്റെ വീടിൻ്റെ പണിയെടുക്കുമ്പോൾ ആദ്യം ഓനോട് പറഞ്ഞ് ഞാൻ കുയിക്കുകയല്ല, ഞാൻ ഇത് കുയിക്കണ്ടേ എൻ്റെ വീടിൻ്റെ പണി കൊടുക്കുമ്പോൾ. വേറെ ഒരാൾ വന്നാൽ ഞാൻ സമ്മതിക്കില്ല.
മോന് എല്ലാ പുരയിലും പണിയെടുത്താലും വൈകുന്നേരം പൈസയും വാങ്ങിപ്പോവും. ഞാൻ പൈസ അവൻ്റെ പുര കൊണ്ടു കൊടുക്കണം, എന്നാലും അവൻ വാങ്ങും. അത്ര ഇഷ്ടമാണ് ഞങ്ങൾ സൗഹൃദം. ഉറപ്പല്ല. ഇങ്ങനെ ഈ വിഭജനം വന്ന് പിന്നെ അതൊരു വർഗീയതയിലേക്ക് മാറിപ്പോയത്. അല്ലാണ്ട് നാദാപുരത്തുള്ള നല്ല മനുഷ്യന്മാരാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രണ്ടു കൂട്ടറുണ്ട്. അല്ലല്ല, വളരെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ആ തെറ്റിദ്ധാരങ്ങൾ മാറ്റാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ തൂലികകൾ ചലിപ്പിക്കൂ. കാരണം ആളുകൾ കാണുന്ന നാദാപുരം ഒരു കലാപഭൂമിയാണ്. അതിനെപ്പറ്റി തന്നെ അടയാളപ്പെടുത്തി ഞാൻ പാട്ടെന്ന് എഴുതിയിട്ടുണ്ട്, 3 പാട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് നാദാപുരം എപ്പോഴും ഒരു സൗഹൃദ മണ്ണായിട്ട്. കാരണം നാദാപുരം എൻ്റെ വീടല്ലേ. തീർച്ചയായിട്ടും നാദാപുരം എൻ്റെ നാടല്ല, നാദാപുരം എൻ്റെ വീടാണ്. എവിടെ ചെന്നാലും തിരിഞ്ഞൊക്കെ ഞങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പിന്നെ നമ്മൾ എല്ലാവരും കളിക്കൂട്ടുകാരാണ്. അതിൽ ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചവനോ ഏതെങ്കിലും ജാതിക്കാരനോ താണിയോനോ മേലെയോ ഒന്നുമില്ല. ഞങ്ങൾ 10-28 ആളുള്ളൊരു മെമ്പർഷിപ്പുള്ളൊരു ക്ലബ് ഉണ്ടായിരുന്നു ആദ്യം. അവിടെ എല്ലാവരും ഉണ്ട് ഞങ്ങളെ നാട്ടിൽ. നിങ്ങൾ ആ ഒരു തലമുറയ്ക്ക് ഒരുപാട് നന്മകൾ ഉണ്ടെങ്കിൽ പോലും പുതിയ തലമുറയിലുള്ള നാദാപുരം എങ്ങനെയാണ്? ഇപ്പം കുറച്ച് കാലമായിട്ട് നാദാപുരം പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. പുതിയ തലമുറയിലെ നാദാപുരത്തിന് സോഷ്യൽ മീഡിയ ഇല്ലാണ്ടാക്കുന്നതല്ലാണ്ട് നാദാപുരത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിലും എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ ചെറിയ ആളുകളല്ലേ, വളരെ ചെറിയ ആൾക്കാരാണ്. എന്നിട്ടോ കേസിലോ കാര്യത്തിൽപ്പെട്ട ഇവരാരും തിരിഞ്ഞു നോക്കൂല. വല്ലാത്ത സങ്കടത്തിൽപ്പെട്ടു പോയ ഒരുപാട് ആളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നാദാപുരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് വീണ്ടും നിങ്ങളിലേക്കാണ് തിരിച്ചു വരാം. ഈ GP ചാലപ്പുറം എന്നുള്ളത് എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? 600 ചില എഴുതിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. എല്ലാം എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല, എന്നാലും ഉണ്ടാവും. കുറേ ആർട്ടിക്കിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ എവിടെയെങ്കിലും എത്തണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ പാട്ട് ചെയ്ത് നിങ്ങളെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ല, എൻ്റെ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന് ഒരുപാട്. ഇപ്പം ഞാൻ എഴുതുന്നൊരു പാട്ട് പുണ്യാത്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അതിൻ്റെ പിന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പാട്ട് തന്നെ കിട്ടിയില്ല. പുണ്യാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഔലിയാക്കന്മാർ, ആത്മീയപരമായിട്ട് അല്ല ആത്മീയ നേതാക്കൾ, പിന്നെ നവോത്തരദായകന്മാർ. ഞാൻ പുണ്യാത്മാവായിട്ട് കാണുന്ന ശാസ്ത്രജ്ഞന്മാരെയാണ്. കാരണം നമ്മൾ ഈ ലൈറ്റിൻ്റെ മുന്നിലിരിക്കുന്നത്, നമ്മളെ ഈ ഇതിൻ്റെ മുന്നിൽ വർഷങ്ങളോളം ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ ഒരു സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവർക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. തലമുറകൾക്ക് വേണ്ടിയിട്ടാണ്. തലമുറകളല്ല, വരുന്ന വരുന്ന മൊത്തം ജനതക്ക്, ലോക ജനതക്ക് വേണ്ടി അവർ പണിയെടുത്ത് അവർ പുണ്യാത്മാക്കളെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത് ഭയങ്കര ഒരു വലിയൊരു ചിന്തയാണത്. ഉറപ്പായിട്ടും അവർ വലിയ മനസ്സെന്നാണ് അങ്ങനത്തെ ഒരു ചിന്തകൾ വരുള്ളൂ. അങ്ങനെയല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. അതല്ലെങ്കിൽ എന്താ ചെയ്യാ? മനുഷ്യകുലത്തിന്റെ മുന്നോട്ടുള്ള യാത്രക്ക് ഇസങ്ങളൊന്നും യാതൊരു കാര്യമില്ല. എനിക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത്ര പോലും ചിന്തിക്കുന്ന ഒരു വലിയ കലാകാരന്റെ വരികളെയാണ് ആളുകൾ വലിയ വിമർശനത്തിന്. അത് അവർ അറിവില്ലേറ്റ് ചെയ്തതാണ്. പക്ഷെ ഒരുപാട് ഇപ്പം ഞാനൊരു കാര്യം പറയാം, കേരള ഞാനൊരു ചോദ്യം, ഈ ഒരു പാട്ട് എഴുതുമ്പോൾ നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ് എന്തായിരുന്നു? എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാലത്തും UDF വേണ്ടി ഒരു പാട്ടോ 2 പാട്ടോ എൻ്റെ വകയിൽ സംഭാവന ചെയ്യും. അതിനൊരു പ്രതിഫലേച്ഛ കൂടാതെ ഞാൻ ഒരു പാട്ടും പ്രതിഫലത്തിൽ ഈ പാട്ട് പോലെ ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും വലിയൊരു പാട്ടായിട്ട് അതൊരു മോണിറ്റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ട് അതൊരു ലെവറേജ് ചെയ്യാനൊന്നും നിങ്ങൾ മുതിർന്നിട്ടില്ല. നിങ്ങൾ ആ ഒരു സാധാരണ സ്റ്റൈൽ അങ്ങനെ പോയാൽ മതി. നിങ്ങൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അത് വേറെ കാര്യം. എനിക്കൊരു ചാനലുണ്ട് യൂട്യൂബിലുണ്ട്, GEEPGP. അത് വലിയ അക്ഷരത്തിലാണ്. GP സോങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആരംഭിച്ച് വരുന്നുണ്ട്. ഇൻഷാല്ലാ നോക്കാം. ഞാൻ ഇരിക്കുന്ന മണ്ണിനോട് നിങ്ങൾക്ക് അറിയാമോ, ഇവിടുത്തെ പറ്റി ഒരു ആൽബം തരാം ഞാൻ ഈ മണ്ണിനെ പറ്റി. ഓക്കെ. അല്ല, നമ്മളെ പാട്ടിലേക്കുള്ള ആ ഒരു പാട്ട് എഴുതുമ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഓരോരോ പ്രധാന സാധനങ്ങളും ഇങ്ങനെ എഴുതി. അപ്പം അവിടെ ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആശാ വർക്കറായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ആ ഒരു സമരത്തിന് അഡ്രസ്സ് ചെയ്യണമെന്ന് ഞാൻ ആദ്യം ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിക്കുന്നത്. പിന്നെ രണ്ടാമത് പിന്നെ ഷാഫിന് തല്ലിയത് അനാവശ്യമായിട്ടുള്ള ഒരു തല്ലായി പോയിട്ട് എനിക്ക് തോന്നി. ഷാഫി എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മൂന്നാമത്തത് അതിൽ വന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചാനലുകളും ഈ ചാനൽ ചർച്ചക്കാരും അവതാരകരും രാഷ്ട്രീയക്കാരും എല്ലാം ഒരു സാധനത്തിന് വലിച്ചിട്ട് സ്വർണ്ണക്കൊള്ളയെ പറ്റി പറയുന്നുണ്ടല്ലോ.
ഇതെന്താ അപ്പം കോടതി പറയുന്നത് പിടിച്ച് കൊണ്ടുവിടുന്നതും ഈ CPM-ൻ്റെ ആൾക്കാർ തന്നെ. എന്നാൽ പിന്നെ അതൊന്ന് ഇക്കുരത്തെ വിഷയമാക്കാം. അത്രേ അതിൽ ഉദ്ദേശിക്കുള്ളൂ. ഇത്ര ഒരു ട്രെൻഡ് ആവുന്നതിൽ വൈറലാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ട്രെൻഡ് ആവുന്നുള്ളത് എനിക്ക് തോന്നിയത്, ഞാൻ ഈ പാട്ടിൻ്റെ ഓഡിയോ റിലീസ് ചെയ്തു. ഞാനല്ല റിലീസ് ചെയ്ത്, ഓഡിയോ അങ്ങനെ ഞാനിങ്ങനെ ബ്രോഡ്കാസ്റ്റിലും കിട്ടും. അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരെ പോയാലും നാദാത്തങ്ങാടി ഏകദേശം ഒരു 3/4 കിലോമീറ്റർ ദൂരെ പോയാലും ഒരു അയ്യപ്പ ഭജന മഠമുണ്ട്. അവിടെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ കേൾക്കുന്നത് ഈ അയ്യപ്പ ഭജന മഠത്തുനിന്ന് മലക്ക് പോകുന്ന പോലെ ഈ പാട്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, നമ്മളെ പാട്ട് ആദ്യം എടുത്ത് അയ്യപ്പ ഭക്തന്മാരാ ഇതേ പാട്ട്. സത്യമാണല്ലോ അല്ലേ? സത്യം. എൻ്റെ ചെവിയോട്ട് കേട്ടല്ല അതിപ്പോ. അത് കഴിഞ്ഞ് പാട്ടിറക്കിയ CMS വേടേക്കാരൻ എന്നെ വിളിച്ചു. ജീപ്പ് ഞാൻ ഇങ്ങനെ അയാൾക്ക് മുമ്പേ പറഞ്ഞു എൻ്റെ കുറേ പാട്ടുകൾ ചെയ്ത ആളാണ്. ഈ പാട്ട് എനിക്ക് തരുമോ? ഞാൻ പറഞ്ഞു അനീഫ മുടിക്കോട് ഡാനീഷും അത് പാടി, അവർക്ക് എന്തെങ്കിലും ചിലവ് വന്നിട്ട് അതികളെ കൊടുത്തേക്കെന്നിട്ട് നിങ്ങൾ വാങ്ങിക്കോ. അപ്പോൾ ഇത് എൻ്റെ ഇക്കുരത്തെ പ്രൊഫൈൽ പാട്ടായിട്ട് ഞാൻ വെക്കുന്നത്. ആയിക്കോട്ടെ എന്നാണ് അത് ഏറ്റെടുത്തു. അപ്പോൾ അയാളെനിക്ക് വീഡിയോ ചെയ്ത് അയച്ചു തന്നല്ലോ. ഞാൻ കുറേ ആൾക്ക് ബ്രോഡ്കാസ്റ്റെല്ലാം ചെയ്തു. പിന്നെ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്തോ എവിടെയോ എന്നറിയില്ല, താമര ചിഹ്നമെല്ലാം വെച്ചിട്ടൊരു വണ്ടിയിൽ ഇതിങ്ങനെ പാടിപ്പോകുന്നതിൻ്റെ 1-2 വീഡിയോസ് എനിക്ക് അയച്ചു തന്നതാണ്. എന്നോടാണ് എൻ്റെ പാട്ട് BJP-കാർ ഏറ്റെടുത്തു എന്ന് വെച്ചു. ആരേറ്റെടുത്താലും നമുക്ക് ഒരു രചയിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് എഴുതിയാൽ അത് ജനങ്ങൾ ഏറ്റുപാടുമുണ്ട സന്തോഷമല്ലാണ്ട് എനിക്കിത് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാനോ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമല്ലോ. രചയിതാവിൻ്റെ പാട്ട് ഒരേ അത്രയേ ഉള്ളൂ, അതിലപ്പുറം ഒന്നും വിചാരിച്ചു കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ 2 പാർട്ടിക്കാർ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. UDF ആണെങ്കിലും BJP ആണെങ്കിലും. UDF അല്ല, എനിക്കൊക്കെ ഞാൻ പറഞ്ഞറിയാം, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് ഈ പാട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എൻ്റെ ഒരു തോട്ട്. കാരണം ആരെയും ആക്രമിക്കരുത്, ചെറിയൊരു കാലത്ത് ജീവിതത്തിൽ അത് ജീവിച്ചോട്ടെ. പക്ഷേ ഈ വിമർശനങ്ങൾ ഒരു പരിധിയിൽ ഒരു പോയിന്റിൽ അതൊരു കേസിലേക്കും ഇത് എഴുതിയ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്ന രൂപത്തിലേക്ക് പോയപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു പേടി എനിക്കില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ എഴുതിയത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് കോടതി പോയാൽ അത് നിലനിൽക്കില്ല എന്നുള്ള ധൈര്യമുണ്ട്. നിലനിൽക്കേണ്ട അതിലെന്താണുള്ളത്. ഇപ്പം നിങ്ങൾ പാട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയേ? എനിക്കത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സറ്റയർ ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. അത്രയല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. അല്ല, അതൊരു എനിക്ക് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളും എന്താന്ന് പറഞ്ഞാൽ വരികളൊക്കെ വളച്ചൊടിക്കപ്പെടുന്ന ഒരു കാരണം എന്താണെന്ന് അറിയോ, 40, 40, 30, 35, 45 കൊല്ലം വെച്ചിരുന്ന ഒരു അധികാര മേഖല അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടിയൊഴിഞ്ഞുമാണ്. എൻ്റെ നാട്ടിലുള്ള ആ പ്രദേശത്തിൽ 40 കൊല്ലവും 50 കൊല്ലം വെച്ച പഞ്ചായത്തുകൾ എന്തായിപ്പോയി അപ്പാടെ ഒലിച്ചു പോയി. അണികളോട് എന്തെങ്കിലും പറയണ്ടേ? പക്ഷേങ്കിൽ അതും ഒരു പോയിന്റിൽ അത് വീണ്ടും അവർക്ക് റിവേഴ്സ് ചെയ്യേണ്ടി വന്നു. പാട്ടിന്റെ കേസ് കൊടുത്തത് അല്ല, അത് പറഞ്ഞപ്പോൾ അതിനെക്കാട്ടും വലിയ സംഭവം അവരെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. അപ്പം ആ ഈ പാട്ടിന് ഇമ്പാക്ട് നിയമസഭ ഇലക്ഷനിലേക്ക് ബാധിക്കുമോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നിയമസഭ ഇലക്ഷനിലേക്ക് ബാധിക്കുമെന്ന് വെച്ചാൽ നമ്മളെ പാട്ട് വിട്ടില്ലേ, നമ്മളെ പാട്ടിന്റെ പിന്നാലെ ഒന്നും ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള 2 പാട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ. പാട്ട് എൻ്റെ ഏകദേശം പണിപ്പുരയിലുണ്ട്. പിന്നെ ഞാൻ വാസുവിനൊരു എന്നൊരു കത്തുണ്ട്. അങ്ങനെ ഒരു കത്ത് ഇപ്പോൾ അടുത്ത ആരോ റിലീസ്, അത് നിങ്ങളുടെ പേരിൽ എഴുതിയതാണോ? അതൊക്കെ ഞാൻ എഴുതിയെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ. എൻ്റെ കത്ത് വരാനേ ഉള്ളൂ, ഒറിജിനൽ കത്ത് വരാനേ ഉള്ളൂ. പോസ്റ്റ് ചെയ്ത് കേട്ട കത്ത് പാട്ടല്ല. അല്ല, ഞാൻ പോസ്റ്റ് ചെയ്ത് കളു. എനിക്ക് പോസ്റ്റ്മാൻ അത് കൊണ്ടുവരണം, എന്നിട്ട് വേണം അത് പൊട്ടിച്ച് വായിക്കാൻ. നിങ്ങളിങ്ങനെ സമയം വായിക്കുകയല്ല, അതിൻ്റെ ഒരു വൈറൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ സമയമില്ലല്ലോ ആളുകൾക്ക്, പെട്ടെന്ന് നടക്കണ്ടേ. അതിപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒരു പാട്ട് UDF-ന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടാണ് ഇപ്പോൾ എത്ര കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ വന്ന്, നിലമ്പൂർ ഇലക്ഷനും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നാദാപുരത്ത് ഉള്ള കലാഭൂമി അല്ലാതെ കലാഭൂമി അധികമുണ്ട്. ഈ കലയെ കൊണ്ട് കിടക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ പുറംപോക്കിലും ചെറിയ സാധുക്കളോ അവരൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന നാദാപുരത്തെ ഒരു ആഢ്യ സമൂഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു പാട്ട് പാടുന്നത്, ഒരു ചീരി വിളിക്കുന്നത്, ഒരു കോൽക്കളി കളിക്കുന്നത്, ഒരു ദഫ് പൊട്ടുന്നത്, ഓരോന്നും ഒരു സമൂഹത്തിൽ എണ്ണപ്പെടാതെ പോയി. അവർക്കൊരു വാല്യൂ ഇല്ലാണ്ട് പോയി. അത് നാദാപുരത്തെ കലാകാരന്മാർ പല ഭാഗത്തേക്ക് ചിതറിപ്പോയതാണ്. അതെനിക്ക് വലിയൊരു ദുഃഖമുള്ള കാര്യമാണ്. ഞാൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാദാപുരത്തിന് ആ കലയും സാഹിത്യവും തിരിച്ചു വരുന്ന
ഒരു നാദാപുരത്തിരിയാ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, കലാഭൂമിയിലടുത്ത കലയുടെ ഭൂമിയായ നാദാപുരത്തുള്ള പഴയ നാദാപുരം തന്നെ നാദത്തിൻ്റെ പൂരെന്നാ. നാദത്തിന്റെ പൂരാണ്. അല്ല, നിങ്ങൾ നാദാപുരം എന്നിട്ട് വേറെ അർത്ഥമൊന്നും വെക്കണ്ട. പിന്നെ അതുപോലെ നിങ്ങൾ പേർക്കും പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട്, പോറ്റിയെ ആരെങ്കിലും പിന്നെ അമ്പലത്തിൽ കാറ്റിയതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിപ്പം കുറേ ആൾ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരാ കാറ്റി, കുറേ ആൾ പറയുന്നുണ്ട് മറ്റേ പിന്നെ അച്യുതമേനോൻ്റെ ഭരണകാലത്തെ കാറ്റിയെ. ആ കയറ്റലിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പോറ്റിയെ സ്വർണം കക്കാൻ കയറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ആ സ്വർണ്ണപ്പാളി കഴിക്കാൻ ആരാണ് കയറ്റിയത് അതേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ആടുന്നേ ഞാൻ പാട്ട് തുടങ്ങിക്കുള്ളൂ. പക്ഷേ ഇവർ പറയുന്നത് പണ്ട് പിന്നെ ഉമ്മൻചാണ്ടീൻ്റെ കാലത്താണ് കാറ്റി, അല്ല അച്യുതാനൻ്റെ കാലത്ത്, അതെല്ലാം അവരെ തർക്കാം. എൻ്റെ മനസ്സിൽ ഇത്രയേ ഉള്ളൂ, സ്വർണ്ണപ്പാളി കഴിക്കാൻ ആരോ കയറ്റി. എനിക്ക് ഇപ്പം ഇതിപ്പം അതിൻ്റെ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം മാപ്പിളപ്പാട്ടിൻ്റെ ഇപ്പം നിങ്ങളൊരു മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണ്. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു, അതിനിടെ കുറേ ആൽബം സോങ്സുകൾ വന്നു, അല്ലല്ല പല രൂപത്തിലേക്ക് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് പാടുന്ന ഇപ്പോൾ സ്കൂൾ കലോത്സവം നടക്കുന്നില്ലേ, എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് വരെ ആടൊരു മാപ്പിളപ്പാട്ട് പാടിയിട്ടില്ല. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നതും ചരിത്രഗാനങ്ങൾ തന്നെ ബൊമ്പറിയാണ്. രണ്ടും രണ്ടാണ്. അത് മാപ്പിളപ്പാട്ടല്ല. ഏത് നിങ്ങളിപ്പോൾ പഴയ അറബി മലയാളത്തിൽ പാട്ടുകൾ കേൾക്കുന്നില്ലേ, അത് ഇസ്ലാമിക ഗാനങ്ങളാണ്, ഇസ്ലാമിക ചരിത്ര ഗാനങ്ങൾ. അത് മാപ്പിളപ്പാട്ടിനോട് ചേർത്ത് വെക്കേണ്ടിയില്ല. പക്ഷേ ഈ പഴയ ആൾക്കാർ അതല്ല മാപ്പിളപ്പാട്ട്, ഇതാ മാപ്പിളപ്പാട്ട് എന്നിട്ട് നമ്മളെ 78 കൊല്ലമായിട്ട് നമ്മൾ യുവജനോത്സവം വേദിയുണ്ട്. ഇന്ന് വരെ അവിടെ മാപ്പിളപ്പാട്ട് പാടും അനുവദിച്ചിട്ടില്ല. പേരത് മാപ്പിളപ്പാട്ട് മത്സരത്താണ്. അപ്പം നിങ്ങളുടെ ഇപ്പം കാണുന്ന പ്രേക്ഷകർക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് മാപ്പിളപ്പാട്ട് എന്നുള്ളത്. അപ്പം എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ, മാപ്പിള എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു സമൂഹമാണ്. അതും പ്രത്യേകിച്ച് വടക്കേ മലബാർ മുതൽ ഏകദേശം കൊച്ചി വരെ നീണ്ടു നിൽക്കുന്ന സ്ഥലത്തുള്ള ഒരുപാട് ഉണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളയിൽ വേണ്ടേ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പഴയ പാട്ടെടുത്ത് കൂട്ടിക്കോ, അതിലെ കഥാപാത്രങ്ങൾ ആരാ? അറബിയിലുള്ള കഥാപാത്രങ്ങളായിരിക്കും, അല്ലെ ബഗ്ദാദിലുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ അങ്ങ് മിസ്രിലുള്ളവരായിരിക്കും. അതെങ്ങനെ മാപ്പിളയുടെ പാട്ടെന്ന്? അത് മാപ്പിളയുടെ ചരിത്രഗാനങ്ങളല്ലേ, മുസ്ലിം ചരിത്രഗാനങ്ങളല്ലേ. മാപ്പിളപ്പാട്ട് അതല്ലല്ലോ. അപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ മാപ്പിളപ്പാട്ട് ഏതാണ്? മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളയുടെ വിഷയങ്ങൾ, മാപ്പിളയുടെ പ്രാർത്ഥനകളാകാം, മാപ്പിളയുടെ ആഘോഷമാവാം, മാപ്പിളയുടെ ദുഃഖമാവാം. അങ്ങനെ ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാട്ട് ഏതാ? അത് 1-ാം നമ്പർ മാപ്പിളപ്പാട്ടാണ്. എന്താ കാരണം എന്നറിയോ? സമകാലിക വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ട് ആ പാട്ട്. ഞാൻ എല്ലാ വിഷയത്തിലും പാട്ടതുണ്ട്. തുർക്കിയിൽ ഭൂകമ്പുണ്ടാകുമ്പോൾ ഞാൻ എഴുതും, പിന്നെ ചൂരൽ മനയിൽ ഉരുൾ പൊട്ടുമ്പോൾ ഞാൻ എഴുതും, അന്ന് എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. കൊറോണ കാലത്ത് ഞാൻ 10 പാട്ട് എഴുതി. 10 എഴുതിയിട്ടുണ്ട്. അപ്പം എല്ലാ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, എല്ലാ വിഷയത്തിലും. അപ്പം ഇപ്പം നിങ്ങൾ നേരത്തെ പറയും യുഎയിലാണ്, ദുബായിനെ കുറിച്ച് എന്തോ ഒരു പാട്ട്. ദുബായിനെ കുറിച്ച് ഞാനൊരു ആൽബം തന്നെ എഴുതി. ഷെയ്ഖ് മുഹമ്മദിനെ കുറിച്ച്, ഷെയ്ഖ് സായദിൻ്റെ അനുസ്മരണം, ഷെയ്ഖ് സായദ് അനുസ്മരണം ഞാനെഴുതി. അത് എനിക്ക് 2 പേര് പാടുവാനും ഇഷ്ടമാണ്. പാടിക്കോളൂ. സ്നേഹത്തിൻ മധു ഗാനം പാടി വിട്ടുപിരിഞ്ഞ സുൽത്താന് ജന്നാത്തുൽ ഫിർദൗസിൽ നിന്നും ഹൗലൽ കൗസർ കുടിപ്പിക്കുക. കാരണം അത്രയും ഇതേ പാട്ടിൽ ഞാൻ വേറൊരു പാട്ട്, ദുനിയാവിൻ ചരിതങ്ങൾ എഴുതും തീരം, അത് ഞാൻ എഴുതിയത് മശ്രിക്കും മഗ്രിബും ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നാ മശ്രിക്കും മഗ്രിബും എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തലമുള്ള ആൾക്കാരോട് മുശ്രിക്കും മുസൽമാനും സ്നേഹം ചുരത്തി, അവർ പരസ്പരം ഐക്യപ്പെട്ടിട്ടാണ് ഈ നാട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയെല്ലാം നല്ല നല്ല പാട്ടുകളാണ്. 2 പാട്ട് കണ്ണൂർ ഷെരീഫ പാടിയിരിക്കുന്നത്, ഒരു പാട്ട് പിന്നെ. പക്ഷേ ഇവർക്കെല്ലാം പാട്ട് കൊടുത്താൽ അതിവിടെ വന്ന് പാടണ്ടേ, നല്ല നിങ്ങളറിയോ? ഇനി എൻ്റെ അടുത്ത് പാട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പാട്ടുണ്ടെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ട് എനിക്ക് പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കാനും പറ്റുമോ? അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ വരൂ, ഇനി വരൂ, നിങ്ങളുടെ ചാനലിൽ കൂടെ തന്നെ വരണം. എനിക്കത് അതൊന്ന് ചിത്രീകരിക്കണം ഇവിടുന്ന്. ഇൻഷാല്ലാ. അതുപോലെ തന്നെ നിങ്ങളിപ്പം ആഫ്റ്റർ ദ പോറ്റിയെ കയറ്റിയെ എങ്ങനെയാണ് ലൈഫ്, ഇപ്പോൾ സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അത് വന്നത്. എന്താണെന്ന് ഞാൻ ഈ ഒരു ബഹളത്തിലൊന്നും ജീവിക്കുന്ന ആളല്ലല്ലോ. വളരെ സൗമ്യനായിട്ട് നമുക്ക് നമ്മളതായ ഭക്ഷണം, നമ്മളതായ വർക്ക്, നമ്മളതായ തൊഴിൽ. അത്യാവശ്യം സുഹൃത്തുക്കളെ കണ്ടാൽ അല്ല ക്യാരംസ് കളിക്കുക, അല്ല കാർഡ്സ് കളിക്കുക, അല്ലെങ്കിൽ ചെസ് കളിക്കുക. സെലിബ്രിറ്റി പദവിയൊന്നും പരിവേഷം ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഒരിക്കലും ഞാൻ സെലിബ്രിറ്റി ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ 5 കൊല്ലം മുന്നേ ഉപരോധം വന്നല്ലോ, 6 കൊല്ലം മുന്നേ. അന്ന് ഞാൻ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു പാട്ട് എഴുതിയത്. അത് വലിയ ആഘോഷമായിരുന്നു, ചെറുതൊന്നുമല്ല. അന്ന് ഖത്തറിൽ വല്ലാണ്ട് അത് ആഘോഷിക്കപ്പെട്ടു. ഒരുപാട് ആൾ വിളിച്ച് അവാർഡുകൾ തന്നു. പിന്നെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ മൊമെൻറ്റോ അതെല്ലാം കിട്ടലുണ്ട്. പ്രൊഫഷനായിട്ട് കംപ്ലീറ്റ് ഇതിലേക്ക് നിങ്ങളെപ്പോലത്തെ കലാകാരന്മാരെ നമുക്ക് ആവശ്യമുണ്ടല്ലോ.
അപ്പം നിങ്ങൾക്കത് ഫുള്ള് ഇതിലേക്ക് ഇറങ്ങി പ്രൊഫഷൻ ആക്കുക എന്ന് പറയുന്നതിനുള്ള പ്രശ്നം അത് സ്വാഭാവികപരമായിട്ടാവേണ്ടതാണ്. അല്ലാണ്ട് ഇപ്പോൾ സ്വയം മാർക്കറ്റ് ചെയ്തിട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് സ്ഥലത്ത് എനിക്കിപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഈ സംഭവം വന്നതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ കൊണ്ട് കേക്ക് കട്ടിക്കലും എന്നെ ഷാൾ അണിക്കലും എനിക്ക് മൊമെൻ്റ് അതിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ദുബായിൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞു. ഇന്നും നാളെയും മറ്റന്നാളിലായിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടാവുന്നുണ്ട്, ആയിക്കോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളൊരു പ്രൊമോട്ട് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇത്രയും കഴിവുള്ള നിങ്ങളുടെ കഴിവ് ഇന്ന് 1000 പേരിലെത്തിയിട്ടുണ്ട്. അത് 10,000-ത്തിലോ 1,00,000-ത്തിലോ പേരെത്താൻ എല്ലാ പ്ലാറ്റ്ഫോമുകളും നമുക്കുണ്ട്. നിങ്ങളെ പണ്ട് ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റമാണ്. പണ്ട് നിങ്ങൾ കത്തെഴുതിയ ആ സമയത്തുനിന്ന് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ വേണമെങ്കിൽ നമുക്കൊരു 1 മില്യൺ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മളത് ഉപയോഗപ്പെടുത്തണ്ടേ? പക്ഷെ ഉപയോഗപ്പെടുത്തണമെന്നുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ കൂടി ആവശ്യമാണല്ലോ. അല്ല, അതെന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ഇതാണല്ലോ, അത് മൂവിയാണല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോഴിക്കോട് ഒരു സ്റ്റുഡിയോ ഉണ്ട്. അതിന് വേണ്ടി തുറന്നു തന്നെയാണ് നമ്മൾ ഒരുപാട് പാട്ടുകളും ഇതുപോലെയുള്ള ആളുകളുടെ പാട്ടുകളെല്ലാം വന്നിട്ട് അത് നമുക്ക് ചിത്രീകരിച്ച് അങ്ങനെ ഞങ്ങൾ അമർ സ്റ്റുഡിയോ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പം തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇനി അതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അമർ സ്റ്റുഡിയോ ഇനിയും ഒരുപാട് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് പാട്ടുകൾ, സാമൂഹ്യ പ്രസക്തിയുള്ള എല്ലാ പാട്ടുകളും അവർ എവിടെ എഴുതിയാലും എവിടെ പാടിയാലും. ഇതിലിപ്പം ഇപ്പം UDF സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് നിയമസഭാ ഇലക്ഷനിൽ നിങ്ങളൊരു എന്തോ ഒരു വലിയൊരു സംഭവം വരുന്നുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ ഇപ്പം ഉണ്ടാവുക. അങ്ങനെയല്ല, വകുപ്പുണ്ടോ? ഞാനിങ്ങനെ ഒരു അനൗൺസ് ചെയ്തിരുന്നു അടുത്ത പാട്ട് എന്ന് വെച്ചിട്ട്. ഈ വാസു പിന്നെ മുഖ്യമന്ത്രിക്ക് എഴുതുന്നൊരു കത്ത് അത് ഞാൻ എഴുതിയിട്ടില്ല. ആ കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വരും. അല്ല, രണ്ടാമത് ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പാട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ കാണുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ വരിയിൽ നിങ്ങൾക്ക് ഞാനൊരു വേണമെങ്കിൽ ഒരു 4 വരി പാടിത്തരാം. സ്വയം പര്യാപ്തതയ്ക്ക് ഇന്ത്യക്ക് ദൂരമേറെയില്ലെന്ന് ചിന്തിക്ക്, ഉയരങ്ങൾ താണ്ടി വളരുന്ന നാടെ ആത്മാർത്ഥമായി സ്നേഹിക്ക്, സ്വന്തം നശിച്ച് ബന്ധം മുറിച്ച് നേടല്ല നിങ്ങൾ അധികാരം, ചന്തം കുറച്ച് തന്ത്രം പടച്ച് കഴിയുന്നതാണ് ധിക്കാരം. വലിയ അർത്ഥമുള്ള വരികൾ സമകാലീന ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. സോ ഒരുപാട് ചിന്തകളും അറിവുകളും ഒരുപാട് അനുഭവങ്ങളും പങ്കുവെച്ചതിന് വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നിങ്ങളുടെ ഒരു മീഡിയയിൽ വന്ന് ഫർഹാൻ അക്തർ ഷോയിൽ പങ്കെടുക്കാനും അതിന് നിമിത്തമായ തൻവീർ ഭായിക്കും കൂട്ടത്തിൽ ഇവിടെ എത്തുവാൻ എന്നെ സഹായിച്ച, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ഷാക്കിർ കുറ്റ്യാടിക്കും. അദ്ദേഹം ഒരു കവിയാണ്, പാട്ടുകാരനാണ്. അദ്ദേഹത്തോട് നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അറിയാനുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഇൻട്രോ തന്നത് ഷാക്കിർ ഭായിയാണ്. പിന്നെ ഈ ഒരു സാധനം ഷൂട്ട് ചെയ്ത അജ്മലിനോടും ഇൻഫൈ മീഡിയയോടുള്ള നന്ദി ആദ്യം പറയട്ടെ. എന്നെപ്പോലത്തെ ഒരു ചെറിയ ആളെ വിളിച്ച് ഇത്രയും വലിയൊരു സദസ്സ് ഒരുക്കുക എന്ന് പറയുന്നതും നിങ്ങൾ കാണിക്കുന്ന വലിയൊരു ആത്മാർത്ഥതയാണ്. താങ്ക് യു. ഇക്കുറി വന്നതിന് ശേഷം ആദ്യമായി കിട്ടിയ ഒരു പബ്ലിക്. ഈ വീഡിയോയിൽ ഒരുപാട് ഭാഗങ്ങൾ ആളുകൾ കാണട്ടെ, നിങ്ങൾ ഇനിയും ആളുകളിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളുടെ പാട്ടിണിയും ഒരുപാട് കാലങ്ങൾക്കപ്പുറം ജീവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഒരുപാട് നന്ദി.